ഇതിപ്പോൾ രാവിലെയാണോ വൈകുന്നേരമാണോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് രാവിലെയല്ല വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് 1:45 കേട്ടോ സമയം. സംഭവം മഴ നല്ല ഗംഭീരമായിട്ട് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഗംഭീരമായിട്ട് അകത്തിരിക്കുകയാണ്. മഴയൊന്ന് മാറിയിട്ട് വേണം പുറത്തിറങ്ങാൻ വിചാരിച്ചിരുന്നു. ഞങ്ങളെ വിളി കേട്ടപ്പോൾ മഴ ഒന്ന് നിന്നപ്പോൾ ഞങ്ങൾ ഇതേ പുറത്തിറങ്ങി. ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പാടുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് പോകണേ. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ പ്രത്യേകിച്ച് നടക്കാനൊക്കെ ഒരു രസമല്ലേ. ചെടികളൊക്കെ മഴ കൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ പാടായതുകൊണ്ട് തന്നെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാനോ വിചാരിച്ച് ഇറങ്ങിയതാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് തീരെ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാവും കേട്ടോ. റിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാൻ. മഴ പെയ്താൽ എല്ലാവർക്കും സന്തോഷമാണല്ലേ. അപ്പോൾ കിളികളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ടേ. റിച്ചുട്ടിന് അതൊക്കെ നോക്കി നടക്കുകയാണ്. അവനാണെങ്കിൽ കുപ്പിന്ന് ഇറക്കി വിട്ട ഭൂതത്തിൻ്റെ പോലെ കേട്ടോ ഗൈസ്. മൊത്തം കിടന്നിങ്ങനെ പതറി നടക്കുകയാണ്. വെള്ളത്തിലൊക്കെ കല്ലെറിഞ്ഞ് അവനങ്ങനെ കൈ കൊട്ടി ആഘോഷിക്കുക. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ. പോണ വൈക്കിതേ മഴയൊക്കെ പെയ്തപ്പോൾ പാലപ്പൂവൊക്കെ വീണെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റിച്ചുട്ടിന് അതൊക്കെ എനിക്ക് എടുത്തു തരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം, ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അവിടെയൊക്കെ വെള്ളം നിറയും, നമുക്ക് പോകാനേ പറ്റില്ല. അപ്പോൾ വെറുതെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ചെടിയൊക്കെ പൂക്കളും ചെടികളൊക്കെ മഴ കൊണ്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. റിച്ചുട്ടിന് ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക, മഞ്ഞ് മൂടിയ പോലെയുണ്ട്. അപ്പോൾ അവൻ ഇതൊക്കെ ആസ്വദിച്ച് നടക്കണം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പുറത്തൊക്കെ പോകാൻ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞങ്ങളെ മഴ ചതിച്ചു കേട്ടോ. പെട്ടെന്ന് മഴ പെയ്തു. ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് ഓടിയെത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല കൂട്ടുകാരെ. പക്ഷേ പെട്ടെന്ന് വന്നതിൻ്റെ ദേഷ്യത്തിലാണ് റിച്ചുട്ടൻ. ഞാൻ അവൻ്റെ തലയിൽ ഇലയൊക്കെ വെച്ചിട്ടാട്ടോ നനയാതെ ഇങ്ങോട്ട് എത്തിച്ചത്. ഗംഭീര മഴ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കേട്ടോ. റിച്ചുട്ടനാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ. അമ്മ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കരയുന്നത് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഴ കൊണ്ട് ജലദോഷം പനി വന്ന് ഞാൻ തന്നെ കുടുങ്ങിയില്ലേ. അപ്പോൾ പിന്നെ ഞാനവിടെ ഇരുന്ന് അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ മറന്ന മട്ടാണ് കേട്ടോ. എന്തായാലും മഴ നല്ല ഗംഭീരമായിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ സേഫായിട്ടിരിക്കുക കേട്ടോ.